the faithfulness of God. What made us to see the sunlight of today? It's the faithfulness of God. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ചിന്തകൾക്ക് ആധാരമായിട്ട് എടുപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. The book of Deuteronomy chapter 7, 6 to 9. സ്തോത്രം. Praise the Lord. കരങ്ങൾ ഉയർത്തി എല്ലാവരും വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാ തൻ്റെ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. തന്നെ ആരാധിപ്പാൻ, തന്നെ സ്നേഹിപ്പാൻ സ്വന്തം ജനമായി കണ്ട അവരെ ഇറക്കി തിരിച്ച ദൈവത്തെ പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകങ്ങൾ മുതൽ മുന്നോട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്നീ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന വസ്തുതകൾ വീണ്ടും ഒന്നും കൂടെ ആവർത്തിച്ച് വായനക്കാർക്ക് തൻ്റെ ജനത്തിന് മനസ്സിലാക്കുവാൻ, ദൈവത്തെ അനുഭവിപ്പാനായിട്ട് എഴുതിയ പുസ്തകമായിട്ട് കരുതുന്നു. മോശ രചിച്ച പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ, പെന്ററ്റുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് വേദപുസ്തകത്തിലെ ആദ്യ 5 പുസ്തകങ്ങളാണ്. ഇവിടെ മോശ മുഖേന കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തോടൊന്ന് സംസാരിക്കുന്ന ഒരാശയവിനിമയം ചെയ്യുന്ന ഭാഗമാണ് വായിച്ചു കേൾപ്പാനായിട്ടിടയായിത്തീർന്നത്. നാം ഇപ്രകാരം കണ്ടു: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറയുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തൻ്റെ ജനത്തിന് കർത്താവ് പേർ ചാർത്തി കൊടുക്കുന്ന 2 പേരുകൾ അവിടെ വിശേഷാൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. ഒന്ന്, വിശുദ്ധ ജനം. 2, നാം കാണുന്നു സ്വന്തം ജനം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, വിശുദ്ധ ജനം, 2 സ്വന്തം ജനം. ഇംഗ്ലീഷ് ബൈബിൾ നമുക്ക് ഇപ്രകാരമാണ് കാണുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. ഹോളി പീപ്പിൾ അൺടു ദ ലോർഡ് ആൻഡ് എ സ്പെഷ്യൽ പീപ്പിൾ. NLT എഴുതിയിരിക്കുന്നത് സ്പെഷ്യൽ ട്രഷർ എന്ന. ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കണം. ഒന്ന്, നീ വിശുദ്ധ ജനമാണ്. 2, നീ സ്വന്തം ജനം, സ്പെഷ്യൽ പീപ്പിൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രഷർ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ വരവിനെ നാം വായിക്കുമ്പോൾ കള്ളനോടല്ല ഉപമിച്ചിട്ടുണ്ട്. കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരും. പലപ്പോഴും നാം ചിന്തിക്കുന്നത് ഇരുട്ടുള്ള സമയത്ത് കള്ളൻ വരുന്നു എന്നൊക്കെ നാം ചിന്തിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടമൊക്കെ മാറി. കള്ളനെ സംബന്ധിച്ച് ഇരുട്ടെന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ല, പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ വ്യത്യാസമില്ല. പിടിച്ചുപറികളൊക്കെ ഈ ലോകത്തും പ്രത്യേകിച്ച് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തൊക്കെ നടക്കുന്നത് വാർത്തകളിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
എന്നാൽ ഇന്ന് രാവിലെ കള്ളൻ വരുന്നത് പോലെ വരുന്നു എന്ന് തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ശരിയാകാം, തെറ്റാകാം, അതെൻ്റെ ഒരു വ്യാഖ്യാനമാണ്. കള്ളൻ വരുന്നത് വിലപിടിപ്പുള്ള വസ്തുവിനെ എടുക്കുവാനായിട്ട്. എത്ര പേർ ഇന്ന് രാവിലെ ആത്മീയ മർമ്മം തിരിച്ചറിയുന്നുണ്ട്? കള്ളൻ വരുന്നത് വിലയില്ലാത്ത ഒന്നിനെയും എടുക്കുവാനായിട്ടല്ല. ഒരു കള്ളൻ ഒരു ഭവനത്തിലേക്കോ ഒരു സാഹചര്യത്തിലേക്കോ ക്രീപ്പ് ചെയ്ത് അകത്തു കയറുന്നത് വിലയുള്ള വസ്തുക്കളെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുവാനെങ്കിൽ ഇന്ന് രാവിലെ പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കളോട് ഞാൻ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയട്ടെ, കള്ളൻ വരുന്നത് പോലെ എൻ്റെ കർത്താവ് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? We are the special treasure for God. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഞാൻ എൻ്റെ കർത്താവിന്റെ സ്വന്തം ജനമാണ്. I am a special people. I am a special treasure for my Jesus. Hallelujah. വിലപിടിപ്പുണ്ടെന്ന് വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിലപിടിപ്പ് എവിടെയാണെന്നറിയാമോ? കർത്താവ് തന്നെ പറഞ്ഞു, ഒരുവൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഓർത്തോണം, നമ്മുടെ ആത്മാവിന്റെ വില സകല ലോകത്തെക്കാൾ സർവ്വലോകത്തെക്കാൾ വിലയേറിയതാണ്. ആ ആത്മാവിനെ പാപമംഗലമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി കർത്താവാകുന്ന യേശു ക്രിസ്തു വന്നെങ്കിൽ, ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് എൻ്റെ ദൈവത്തിന്റെ സ്പെഷ്യൽ ട്രഷർ എന്ന് ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ നിങ്ങളുടെ പദവികളെ ഓർത്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളെ ഓർത്ത്, അനുഭവങ്ങളെ ഓർത്ത്, നന്മകളെ ഓർത്ത് ഇന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടാ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനം, സകല ജാതികളിൽ നിന്ന് തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമാകുന്ന യഹോവ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? തിരഞ്ഞെടുത്തിരിക്കുന്നു. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഞാനും നിങ്ങൾ പഴയ നിയമ ഇസ്രായേൽ ഭാഗവാക്കല്ല. പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ നിങ്ങളെ പുതിയ നിയമം ഇസ്രായേലാക്കി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാം ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിപ്പാൻ കഴിയുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പറഞ്ഞാട്ട് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനം, വിശുദ്ധ വംശം. ഇന്ന് രാവിലെ ഒന്നും കൂടെ ദൈവത്തിന്റെ മക്കളൊന്ന് വായിച്ചാട്ട് 9-ാമത്തെ വാക്യം. എന്റെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്നറിയാമോ? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങളോടൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാട്ട്. Who we are, നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. Who we are, നാം രാജകീയ പുരോഹിത വർഗമാണ്. Who we are, നാം വിശുദ്ധ വംശമാണ്. Who we are, സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. സാധാരണപ്പെട്ടവർക്കൊന്നും ഇസ്രായേലിന്റെ 7 അയലത്തൊന്നും എത്താൻ ഒക്കത്തില്ല. സാങ്കേതികത്തിലും ബുദ്ധിയിലും. സ്തോത്രം. പ്രബലരായ സയന്റിസ്റ്റുമാരൊക്കെ ആരായിരുന്നു അറിയാമോ? ജൂവിഷ് ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരായിരുന്നു? ജൂവിഷ് ആയിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ആരായിരുന്നു? ജൂവിഷ് ആയിരുന്നു. സ്തോത്രം. ഇവരുടെയൊക്കെ തല ലോകത്തിൽ ആർക്കുമില്ല. നാം ഈ വസിക്കുന്ന രാജ്യത്തിന്റെ കീ പൊസിഷനിലൊക്കെ ഇരുന്ന് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ആരാന്നറിയാമോ? ജൂവിഷ് പീപ്പിളാ. എല്ലാം കൊണ്ട് അവർക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് ജ്ഞാനമുണ്ട്, അവർക്ക് വസ്തുതകൾ അറിയാം. എന്താ കാര്യം അറിയാമോ? അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തൊരു വസ്തുതയാ. അബ്രഹാമേ, യു ആർ എ ബ്ലെസ്സിംഗ് ആൻഡ് ത്രൂ ഐ ആം ഗോയിങ് ടു ബ്ലെസ് ദ എൻറ്റയർ നേഷൻ. ഇസ്രായേലിനോട് ദൈവം ഒരു വാഗ്ദത്തം അബ്രഹാമിൽ കൂടെ കൊടുത്തെങ്കിൽ തലമുറ 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 തലമുറയായി എന്റെ ദൈവം വാഗ്ദത്തങ്ങൾ
ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ എന്റെ നിങ്ങളുടെ പദവി എന്താണെന്നറിയാമോ? ആ ഇസ്രായേലിന്റെ ഭാഗമല്ലെങ്കിലും ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. എന്തുകൊണ്ട് ദൈവം വിശ്വാസം നമ്മോട് കാക്കുന്നതെന്ന് അറിയുവാൻ ഇന്ന് രാവിലെ അത് വായിച്ചാൽ മതി. ഞാൻ ആരാന്നറിയാമോ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഞാൻ ആരാണ്? രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ വംശമാണ്. ഞാൻ ദൈവത്തിന്റെ സ്വന്തം ജനമാ. പ്രിവിലേജ് തിരിച്ചറിയണം. പ്രിവിലേജ് പൊസിഷൻ തിരിച്ചറിയണം. ആ പൊസിഷനിൽ തന്നിരിക്കുന്ന നന്മകൾ തിരിച്ചറിയണം. രക്ഷിക്കപ്പെട്ടോ പെട്ടു, സ്നാനപ്പെട്ടോ പെട്ടു, അഭിഷേകം പ്രാപിച്ച പെട്ടു. അങ്ങനെ മാത്രം ഇരുന്നാ പോരാ. ഞാൻ ആരാണെന്നൊരു തിരിച്ചറിവ് ഇന്ന് രാവിലെ എനിക്കുണ്ടാകുന്നെങ്കിൽ ആ തിരിച്ചറിവ് ഈ മരുഭൂമിയിൽ എന്നെ ജയത്തോടെ നടത്തുന്നതാ. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തോട് എഴുതിയിരിക്കുന്ന വസ്തുത, വിശുദ്ധ ജനം, സ്വന്തം ജനം. ഇവിടെ അതുണ്ടോ? ഈ വായിച്ചതിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഈ രണ്ട് പദം അവിടെ ഉണ്ടോ? സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ടവരോ, രണ്ടാ സ്വന്തം ജനം. ഇനി അടുത്തത് പ്രീസ്റ്റ്ലിഹുഡ്, രാജകീയ പുരോഹിത വർഗം. അടുത്തെന്ന് ഹോളി പീപ്പിൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിച്ച വാക്യവും പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലൻ പത്രോസ് എഴുതിയ ഈ ലേഖനത്തിലെ ഈ വാക്യം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ടോ? എന്ന് ഉറക്കെ പറഞ്ഞു. ഉണ്ടോ? സ്തോത്രം. പിന്നെ എന്തോ പാസ്റ്റർ ഇങ്ങനെ ഈ പതറുന്ന്? പിന്നെ പതറുന്നവർക്കൊരു പാട്ടുണ്ടല്ലോ, പതറുകയില്ല ഞാൻ. എല്ലാത്തിനും നമുക്ക് ഓരോ പാട്ടുണ്ട്. ദുഃഖത്തിന്റെ പാനപാത്രം, പതറുക, മരുഭൂ യാത്ര, കരുതുന്നവൻ, എല്ലാം ഉണ്ട് നമുക്ക് പാട്ട്. ആ പാട്ടൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവദാസന്മാർ, ദാസിമാരൊക്കെ എഴുതിയതാ. ചില വാക്യങ്ങൾ വായിച്ചിട്ട് അവകാശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സ്വന്തം ജനമാകുന്ന ഇസ്രായേലിനെ നീ സ്പെഷ്യൽ പീപ്പിൾ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്ത, അവരുടെ കണ്ണുനീരിനെ നീ കണ്ടെങ്കിൽ, അവരുടെ നിലവിളിയെ നീ കേട്ടെങ്കിൽ, അവരെ മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തിയെങ്കിൽ, അവരെന്ത് ചെയ്തു? ചെങ്കടലും യോർദാനൊക്കെ വിഭാഗിച്ച് നടത്തിയെങ്കിൽ, അവർക്ക് വേണ്ടി സ്വർഗം തുറന്ന് മന്നയും കാടപ്പക്ഷിയും കൊടുത്തെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ദൈവം നല്ലവനായിട്ടിരുന്നെങ്കിൽ, ദൈവം വിശ്വസ്തനായിട്ടിരുന്നെങ്കിൽ, ഇന്ന് രാവിലെ എനിക്കും പ്രാർത്ഥിപ്പാൻ വകയുണ്ടോ? ദാവീദിനോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കണം. എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശ് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം തന്നുമിരിക്കുന്നു. ഇന്ന് രാവിലെ വിശ്വസി ദൈവത്തിന്റെ മക്കളെ, we are the royal priesthood, we are the special people, we are the chosen people by God, we are the New Testament church, we are the new Israel found by Jesus. ഇന്ന് രാവിലെ അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾ ഓർഡിനറി പീപ്പിൾ അല്ല, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എക്സ്ട്രാ ഓർഡിനറി പീപ്പിളാ. അതേ പത്രോസ് 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ 6-ാം വാക്യത്തിൽ ദൈവം തന്റെ ജനത്തെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തെങ്കിൽ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. വൃദ്ധവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ വചനം കൊണ്ട്, രക്തം കൊണ്ട് അത്രേ നിങ്ങൾ അറിയുന്നുവോ? ഇന്ന് നമുക്ക് കേരളത്തിൽ അറിയാവുന്ന ഏറ്റവും കൂടുതൽ വില പൊന്നിനാ. ആരും ഡയമണ്ടിന് പുറകൊന്നും പോകാറില്ല, പൊന്നാ. ഇന്ന് രാവിലെ എൻ്റെ നിങ്ങളുടെ വിലയൊന്ന് തിരിച്ചറിയണം. വീണ്ടെടുത്ത് എന്തുകൊണ്ടല്ല? പൊന്നുകൊണ്ടാണോ? വെള്ളി കൊണ്ടാണോ? നിങ്ങൾക്കറിയാവുന്ന, അല്ല എനിക്കറിയാവുന്ന ഏതെങ്കിലും ലോഹങ്ങൾ കൊണ്ടാണോ? ആണോ? അങ്ങനെയെങ്കിൽ വിലയുണ്ടോ? നമുക്ക് വിലയുണ്ടോ? നിലയുണ്ടെന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു നില? തിരഞ്ഞെടുക്കപ്പെട്ട ജനം,
അത് നിലയാ. നമ്മൾ നാട്ടിൽ പലരെ കുറിച്ചൊക്കെ പറയും വിലയും നിലയില്ലാതൊക്കെ, അത് പറയുന്നു ഇത് പറയുന്നതൊക്കെ പറയാറുണ്ടല്ലോ. സ്തോത്രം. നമുക്കൊരു വിലയുണ്ട്, നമുക്കൊരു നിലയുണ്ട്. 6-ാം വാക്യത്തിൽ നില പറഞ്ഞു. പത്രോസ് ആദ്യം പറഞ്ഞ ലേഖനത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ നില പറഞ്ഞു. സ്തോത്രം. എന്താ നമ്മുടെ നിലവാരം? നില, സ്റ്റേറ്റസ്. ഇപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ നില മാത്രമുള്ളവരല്ല, നിലവാരം മാത്രമുള്ളവരല്ല. ആ നിലവാരത്തിനനുസരിച്ച് നിങ്ങളൊരു വിലയേറിയവരാ, വിലയേറിയവരാ, വിലയേറിയവരാ. ഈ പൗലോസും പത്രോസും ഒക്കെ ലേഖനം എഴുതുമ്പോൾ സല്യൂട്ടേഷനിൽ അഡ്രസ് ചെയ്യുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന പദം എന്താ? ക്രിസ്തുവിൽ വിശുദ്ധരെന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വിലയേറിയവർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സ്തോത്രം. തപ്പണ്ട. വിലയേറിയവർ ഉണ്ടോ? വിശുദ്ധന്മാർ, വിലയേറിയവർ, സഭ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മോടുകൂടി ഇരിക്കുവാൻ കാരണം സർവശക്തനാകുന്ന ദൈവം തൻ്റെ രക്തത്തിന് കൊടുത്ത വില ഈ പൊന്നിൻ്റെ വിലയല്ല, വെള്ളിയുടെ വിലയല്ല, പ്ലാറ്റിനത്തിൻ്റെയോ ഡയമണ്ടിൻ്റെയോ ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വിലയേറിയ വജ്രത്തിൻ്റെ ഒരു വിലയുമല്ല. അതിനേക്കാൾ വിലയേറിയ ആ തങ്കച്ചോരയാൽ എന്നെ നിങ്ങളെ സ്വർഗം വീണ്ടെടുത്തെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ പൈശാചിക തന്ത്രങ്ങളെതിരായിട്ട് കടന്നു വരുമ്പോൾ, ലോകത്തിന്റെ വെല്ലുവിളികളെതിരായിട്ട് കടന്നു വരുമ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കൾ അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. എനിക്കൊരു നില തന്നൊരു കർത്താവുണ്ട്, എനിക്കൊരു വില തന്നൊരു കർത്താവുണ്ട്. ആ നില വിട്ട് ഞാൻ പോകത്തില്ല, ആ വില കളഞ്ഞ് ഞാൻ പോകത്തില്ല. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നില തന്ന ദൈവം, വില തന്ന ദൈവം വേർതിരിച്ചു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം തന്നു. നില, വില. ആ നിലവാരം യോഹന്നാൻ പറഞ്ഞു, കാൺമേ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. സ്തോത്രം. അടുത്ത ശ്രദ്ധിച്ചു കഴിയുമ്പോൾ സ്തോത്രം, ഇതിന്റെ 7-8 വാക്യങ്ങളിൽ, ആവർത്തന പുസ്തകം 6-7 വാക്യങ്ങളിൽ, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാൾ പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, സകല ജാതികളെക്കാളും നിങ്ങൾ കുറഞ്ഞവരല്ലോ. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും, സ്തോത്രം, നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് മാത്രമേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തത്? വിടുവിച്ചത്. ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത്. ദൈവം നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണോ? ദൈവത്തിന്റെ മക്കൾ പറ, ക്വാളിഫിക്കേഷൻ ആണോ? രാവിലെ എന്തോ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നത്? ക്വാളിഫിക്കേഷൻ ആണോ? ഇന്ന് നാം ആയിരിക്കുന്ന പല പൊസിഷനുകളും കയറി പിടിക്കുവാൻ, ചെന്ന് ചേരുവാൻ ഒക്കാത്ത മണ്ഡലത്തിൽ ആണോ? 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 ബലം കൊണ്ടാണോ? ശക്തി കൊണ്ടാണോ? കഴിവ് കൊണ്ടാണോ? ഇംഗ്ലീഷിന്റെ നൈപുണ്യം കൊണ്ടാണോ? ആണോ? സ്തോത്രം. പേഴ്സണാലിറ്റി കൊണ്ടാണോ? ബന്ധങ്ങൾ കൊണ്ടാണോ? ഇതെല്ലാം ഒരു സമയത്ത് പ്രയോജനപ്പെടുമെന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഇതൊക്കെയും പ്രയോജനപ്പെടാതെ ആ വഴികളെല്ലാം അടഞ്ഞപ്പോൾ അത്യുന്നതനായ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു, നിങ്ങൾ സംഖ്യയിൽ പെരുകിയവരായതുകൊണ്ടല്ല, നിങ്ങളുടെ കഴിവോ മിടുക്കോ കൊണ്ടല്ല, മറിച്ച് എൻ്റെ കരം, എൻ്റെ കരം, എൻ്റെ കരം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, എൻ്റെ ബലമുള്ള ഭുജം കൊണ്ട്, എൻ്റെ വലം കൈ കൊണ്ട്, എൻ്റെ വീരപ്രവർത്തികൾ കൊണ്ട് എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചെങ്കിൽ, എന്റെ ജനത്തെ ഞാൻ വിടുവിച്ചെങ്കിൽ, പിതാക്കന്മാരോടുള്ള എന്റെ സ്നേഹമാണ്. നമ്മൾ പലതും കൊയ്യുക. വിതച്ചത് ആരാന്നറിയാമോ? പറഞ്ഞോ. ഈ അമ്മയപ്പന്മാർ, ജീവിച്ചിരിക്കുന്നവർ, അവർ എന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യണം.
അമ്മയപ്പന്മാർ മരിച്ചു പോയവരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതിൻ്റെ യാക്കോബ ആയാലും, അത് റീത്തായാലും, റോമൻ കാത്തലിക് ആയാലും, മർത്തോമയായാലും, CSC ആയാലും, അവർക്കൊക്കെ ഒരു ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നുണ്ടോ? ഒരു ദൈവവിശ്വാസികളായിരുന്നു. അങ്ങനെയെങ്കിൽ പകൽ രാത്രികളിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ 70 വയസ്സായാലും 80 വയസ്സായാലും അമ്മ പ്രാർത്ഥിക്കും, അപ്പൻ പ്രാർത്ഥിക്കും, എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി. വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടോ? സ്തോത്രം. അവർ പ്രാർത്ഥിക്കും. അവരെ നഷ്ടപ്പെട്ടവർക്കറിയാം ആ വില, ആ ഒരു വാക്വം. കാരണം അമ്മയപ്പന്മാരെ റീപ്ലേസ് ചെയ്യുവാൻ ഒറ്റ വ്യക്തികളെ കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് രാവിലെ അമ്മയപ്പന്മാർ ഒരു കാലത്ത് കണ്ണുനീരിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാവിലെ ഒന്ന് ഓർത്തേ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. പട്ടിണിയുടെ കാലഘട്ടത്തിൽ, പൈതാകത്തിന്റെ കാലഘട്ടത്തിൽ സ്തോത്രം അരമുറുക്കിക്കൊണ്ട് കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവവിശ്വാസികളായി വചനം എടുത്തുകൊണ്ട് അവർ നിവരെ നിന്നെങ്കിൽ, സുവിശേഷം വേണ്ടി നിന്നെങ്കിൽ, പിൻതലമുറയാകുന്ന എന്നെയും നിങ്ങളെയും ഇന്ന് രാവിലെ സ്വർഗം ആദരിപ്പാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അമ്മയപ്പന്മാരോടുള്ള ദൈവത്തിന്റെ വിശ്വാസത. നമ്മൾ കൊയ്യുക. We do the reaping, we do the harvest. സോയിങ് നടത്തിയാണെന്നറിയാമോ? അമ്മയപ്പന്മാരാ. അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നോ, അവർ പ്രാർത്ഥിച്ചു. Now we are busy people, busiest. We don't have enough time to be in the presence of God, praying or fasting or calling upon the name of God or worshiping God. We have less time. നമ്മുടെ അമ്മയപ്പന്മാരെല്ലാം കഷ്ടപ്പെട്ട, അധ്വാനിച്ച്, വില കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി നിന്നെങ്കിൽ, സ്തോത്രം. 8-ാമത്തെ വാക്യത്തിൽ ഇന്നത്തെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. എന്താണെന്നറിയാമോ? അത് ഇന്നത്തെ തലമുറയാകുന്ന നമുക്കും ആപ്ലിക്കബിളാ. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും. ഒരാൾ വായിച്ചാട്ടോ. രണ്ട് കാര്യം. ഒന്ന്, സ്നേഹിക്കുന്നത്. രണ്ട്, സത്യം പാലിക്കുന്നത് കൊണ്ട്. പറഞ്ഞ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നത് കൊണ്ട്. രണ്ട് എന്ത് ചെയ്യുന്നു? പാലിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 Corinthians chapter 6 verse 16 നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ ഭാഗം ദൈവമക്കൾ ശ്രദ്ധിച്ച്. 16-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ നടുവിൽ വസിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഇടയിൽ പാർക്കുന്ന ഒരു ദൈവം. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഇന്ന് രാവിലെയും അവന്റെ വാഗ്ദത്തം നമ്മുടെ ഇടയിൽ പാർക്കുകയാണ്. നമ്മൾ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തന. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം, കാത് കൂർപ്പിച്ച് ശ്രദ്ധിക്കണം. എന്നും ഒരുപോലെ പന്തുരുണ്ടു പോകുന്നത് പോലെ ജീവിതം ഉരുണ്ടു പോകത്തില്ല. എവിടെയെങ്കിലും തട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ വരും. പക്ഷേ യഹോവ ഭക്തനെ എന്നേക്കും അവന്റെ ദയ ചുറ്റിക്കൊള്ളും. യഹോവ ഭക്തന്മാരെ അവൻ പാളയം ഇറങ്ങി തന്റെ ദൂതന്മാരെ അയച്ചു വിടുവിക്കും. യഹോവയുടെ വിശ്വസ്തത തലമുറയായിട്ടിരിക്കും. ഈ വായിച്ച ഭാഗത്ത് 1000 തലമുറ വരെ, സ്തോത്രം, നമുക്ക് കാണാൻ ഒക്കുന്നത് അങ്ങേയറ്റം എത്രാം തലമുറയാ? 4-ാം തലമുറ വരെയൊക്കെ അങ്ങേയറ്റം കാണാൻ ഒക്കുമായിരിക്കും. പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. ദൈവം കൽപ്പിച്ചൊരു ആയുസ്സുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോട് ഇരുന്നു കൊണ്ട് എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല. തെറ്റുണ്ടോ?
ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടോ? തിയോളജിക്കൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ആയുസ് മാത്രം പോരാ. 100 വയസ്സോടുകൂടെ വടിയും കുത്തിപ്പിടിച്ച് അവിടെ ഇവിടെ കിടക്കുന്നതിനേക്കാളും നല്ലത് ആരോഗ്യത്തോടുകൂടെ. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് ആയുസ്സും വേണം. ആ ആയുസ്സിനോട് കിടപിടിക്കുന്ന എന്ത് വേണം? ഒരുപാട് ഓവറൊന്നും വേണ്ടെങ്കിലും ആ ആയുസ്സിനെ ഒന്ന് മാനേജ് ചെയ്ത് പോകത്തക്ക രീതിയിൽ എന്തുകൂടെ വേണം? ഉറക്കപ്പറ. ആയുസ്സിനോട് മാച്ച് ചെയ്യുന്ന ഒരു ആരോഗ്യം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അടുത്തത് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോടുള്ള സത്യത്തെ എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു. LKG-യിലും UKG-യിലൊക്കെ കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ്സിന് 2-ാം ക്ലാസ്സൊക്കെ നാട്ടിലെ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വഴക്കിടുമ്പോൾ കട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയും കാണിച്ച് കൊടുത്തൊക്കെ തിരിച്ചു മേടിക്കുന്ന തലമുറയെ അതിൽ കൂടെയൊക്കെയാണല്ലോ നമ്മളൊക്കെ വളർന്നു പോകുന്നത്. എന്താ കാണിക്കുന്നത്? ഈ വരലാന്നോ? എനിക്കറിയത്തില്ല. കട്ടി. അതിൻ്റെ അർത്ഥം ഞാൻ നിന്നോട് ഇനി പിണക്ക, ഞാൻ നിനക്ക് തന്നതൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചു തരണം. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകം എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും വിശ്വസ്തതയുടെ ആ മെഷർമെന്റ്, ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നോക്കി കഴിയുമ്പോൾ എത്രയായിരിക്കും വിശ്വസ്തത? ഔട്ട് ഓഫ് 10 പറഞ്ഞോ? ഡോക്ടറെ എടുക്കാൻ പോകുമ്പോൾ മാത്രം പെയിൻ ഔട്ട് ഓഫ് 10 പറഞ്ഞാൽ പോരാ. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ എന്ത് പറയാനൊക്കും പറഞ്ഞേ. രാവിലെ നിങ്ങളോട് തന്നെയെങ്കിലും ഒന്ന് പറ. ഒന്നും നുള്ളിയ ശരീരത്തിൽ ജീവനുണ്ടല്ലോ. അത് തന്നെ ദൈവത്തിന്റെ ഒരു വിശ്വസ്തത. അടുത്തിരിക്കുന്നവരെല്ലാം അവരോരെ സ്തോത്രം. എന്നിട്ടൊരു റേറ്റ് ഒന്ന് കൊടുത്തേ. ഔട്ട് ഓഫ് 10 എന്റെ വിശ്വാസ അളവ് ദൈവത്തോടുള്ള ബന്ധം എന്താണ്? ഇടയ്ക്കൊരു സ്വയശോധനയൊക്കെ ചെയ്യുന്നത് നല്ലതാ പ്രിയപ്പെട്ടവരെ. അത് തിരുമേശ വരുമ്പോൾ മാത്രമുള്ള ശോധനയല്ല. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഒന്ന് ശോധന ചെയ്ത ദാവീദ് പറഞ്ഞ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നത്, ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ കിടക്കുന്നത്, എന്റെ നിരൂപണങ്ങൾ. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്തിൽ നിന്ന് വാർത്താൽ, ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് വാർത്താൽ, എവിടെ പോയാലും കർത്താവേ നിന്റെ കണ്ണെന്നെ കാണുന്നുണ്ട്. അങ്ങനെ കർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് രാവിലെ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഒന്നല്പം സ്വയശോധന ചെയ്ത നല്ല പ്രിയപ്പെട്ടവരെ, ഒന്നല്പം സ്വയശോധന ചെയ്ത നല്ലതാ. ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടി ബോധിരിക്കുന്ന സമയങ്ങൾ, എൻ്റെ ദൈവത്തോടുള്ള ഏകാഗ്രത, എൻ്റെ ദൈവത്തോടുള്ള നിർമ്മലത, എൻ്റെ ദൈവത്തോടുള്ള ഭക്തി, എൻ്റെ ദൈവത്തോടുള്ള ഭയം, എൻ്റെ ദൈവത്തോടുള്ള ബഹുമാനം. ഒരിക്കലും ഭയപ്പാടോടുകൂടെ കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പ്രകാരം പറഞ്ഞു, സർപ്പമുപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയും വിട്ട് നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവ് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും ആരാന്നറിയാമോ? മാറാത്തവനാ. അനുതപിപ്പാൻ ദൈവം മനുഷ്യനല്ല. വ്യാജം പറയുവാൻ ദൈവം ആരല്ല? മനുഷ്യനല്ല. അനുതപിപ്പാൻ ദൈവം മനുഷ്യപുത്രനല്ല. അവൻ കൽപ്പിച്ചത് എന്ത് ചെയ്യും? ചെയ്യും. അവൻ അരുളി ചെയ്തത് എന്ത് ചെയ്യും? നിവർത്തിക്കും. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഒരു ചോദ്യം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചോദിച്ചു, അവൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? അവൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ക്വസ്റ്റ്യൻ മാർക്കാ. ആൻസർ ദൈവമക്കൾ നമ്മൾ കൊടുക്കണം. കർത്താവേ നീ കൽപ്പിച്ചതൊന്നും ചെയ്യാതിരുന്നിട്ടില്ല, നീ പറഞ്ഞതൊന്നും നിവർത്തിക്കാതിരുന്നിട്ടില്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വല്ലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് കൽപ്പിച്ചു തന്നതും എൻ്റെ കർത്താവ് നിവർത്തിച്ചു തന്നതുമാ. എത്ര പേരൊന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഇന്ന് രാവിലെ വരെ വല്ലതും ജീവിതത്തിൽ പറയാനുണ്ടെങ്കിൽ എൻ്റെ ദൈവം കൽപ്പിച്ചു, അതതുപോലെ സംഭവിച്ചു. എൻ്റെ ദൈവം അരുളി ചെയ്തു, അതതുപോലെ ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ 7-8 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ടിടയായി. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത പ്രോമിസുകളാണ് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം ഇന്ന് കാണുന്ന സൊസൈറ്റിയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. അവിശ്വസ്തത ഹേതുവായി ഉണ്ടാകുന്ന പരാജയങ്ങൾ കുടുംബങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, വിവാഹങ്ങളിൽ. We see the consequence of the unfaithfulness. ആണോ? അവിശ്വസ്തത നിമിത്തം കുടുംബജീവിതങ്ങൾ ഉണ്ടാകുന്ന പരാജയങ്ങൾ. ഞാനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. ഭർത്താവ്, ഭാര്യ അവർക്ക് കടപ്പെട്ടിരിക്കുന്നത് ചെയ്യാത്തത് നിമിത്തം ഉണ്ടാകുന്ന പരാജയങ്ങൾ. പലപ്പോഴും ദൈവമക്കൾക്കൊരു തെറ്റായ ചിന്തയുണ്ട്. സഭായോഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങുകളിലോ കടന്നു വന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും കൈയടിക്കുന്നതും മാത്രമാണ് എന്ത് ആരാധന എന്നുള്ളത്. ദൈവമക്കൾ കാതു കൂർപ്പിച്ച് കേൾക്കണം. ദാറ്റ്സ് എ റോങ് നോഷൻ. ദൈവത്തിനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതമാകുന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ, ജീവിതത്തിൽ നാം വഹിക്കുന്ന ഓഫീസുകളിൽ കൂടെ, ജീവിതത്തിൽ നാം ചെയ്യുന്ന റെസ്പോൺസിബിൾ പൊസിഷൻസിൽ കൂടെ ദൈവത്തിന് എങ്ങനെ മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയും? അർത്ഥാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭാഷയിൽ എഴുതി നമ്മുടെ കരങ്ങളിലേക്ക് സർവശക്തനാകുന്ന ദൈവം തന്നിരിക്കുമ്പോൾ, ഇത് ദൈവനിശ്വാസ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം സമൂഹത്തിൽ നാം എങ്ങനെ ജീവിക്കണം? സഭയിൽ നാം എങ്ങനെ ആയിരിക്കണം? ഒരു കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം? ഒരു ഭർത്താവിൻ്റെ റോൾ എങ്ങനെ ആയിരിക്കണം? ഒരു ഭാര്യയുടെ റോൾ എന്തൊക്കെയായിരിക്കണം? കുഞ്ഞുങ്ങളുടെ റോൾ എന്തൊക്കെയായിരിക്കണം? സാമൂഹിക ബന്ധം എങ്ങനെയായിരിക്കണം? ആത്മീയ ബന്ധം എങ്ങനെയായിരിക്കണം? ദൈവത്തോടുള്ള കടപ്പാട് എങ്ങനെയായിരിക്കണം? ദൈവജനത്തോടുള്ള വൺ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? ഇതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മൾ ഈ നാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ പണ്ടത്തെ കാര്യമോ, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബിസിനസ്സുകാർ നല്ല മിടുക്കും കഴിവും വാക്ചാതുര്യമുള്ളവർ കയറി ഒറ്റ ശ്വാസത്തിൽ എന്തെങ്കിലും ഒരു പുസ്തകമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും അമേരിക്ക ജനിച്ചവരാണോ? നാട്ടിലെ കാര്യമോ? ഒറ്റ ശ്വാസത്തിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അവരതെന്ത് ചെയ്യും? അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ എന്ത് ചെയ്യും? പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ബസ്സിലേക്ക് ഒന്ന് യാത്ര ചെയ്യണം. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും പീനൽ കോഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, മാർഗദർശിയ. ഇത് ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുക. എവരിബഡി ഡു യു ലിസൺ ടു മീ? ഇത് ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ എല്ലാവരും കാതു കൂർപ്പിച്ച് കേൾക്കണം. ഞായറാഴ്ച വന്നുള്ളൊരു ആരാധന മാത്രമല്ല, ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ എടുക്കേണ്ട കർത്താവ് പറയുമ്പോൾ അകത്തു വരുമ്പോൾ, പുറത്തു പോകുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. എനിക്ക് എന്തെല്ലാം റോളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞേ. ഞാനിപ്പോൾ നിങ്ങളുടെ ചേർച്ചിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാ? പറഞ്ഞോ. പാസ്റ്റർ, ഒരു റോള്. ഓക്കെ. എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാ? അടുത്ത റോളായോ? 2 കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാ? എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നു, അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാ? ഞാൻ വസിക്കുന്ന രാജ്യത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്വം എന്തോ? ഒരു പൗരൻ. കണ്ടോ? അല്ല, ഞാൻ കണ്ടോന്ന് ചോദിക്കില്ല, കേട്ടോ? ഇവിടെയൊക്കെ
ദൈവം തന്നിരിക്കുന്ന പ്രമാണം അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം മുൻപാകെ അതൊരു ലംഘനമാണ്. മനസ്സിലാവുന്നത്? അതൊരു ലംഘനമാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടപ്പെട്ടത് എന്ത് ചെയ്യണം. ദൈവസഭയിൽ വരുമ്പോൾ കടപ്പെട്ടത് ചെയ്യണം. സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ കടപ്പെട്ടത് ചെയ്യണം. എന്നാൽ ഈ വചനം പാലിക്കാത്ത നിമിത്തം നടക്കുന്ന അൺഫെയ്ത്ത്ഫുൾനെസ് നമുക്ക് പല മണ്ഡലങ്ങളിലും ദർശിപ്പാനായിട്ട് കഴിയും. ദാറ്റ്സ് അൺഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തോട് ഞാൻ ഫെയ്ത്ത്ഫുൾ ആണെന്ന് ഞാൻ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ മുമ്പാകെ വന്ന് നിന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, ദിസ് ഈസ് ദ ഇൻഫാലിബിൾ വേർഡ് ഓഫ് ഗാഡ്. ഇത് ദൈവത്തിൻ്റെ ശ്വാസമാണ്, ഞാൻ പാലിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കളെ, സത്യം പാലിക്കുന്ന ദൈവം ഇന്ന് രാവിലെ നമ്മോട് ശാന്തമായിട്ട് പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് പറയുവാനായിട്ടാ. തിരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തോട് പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ജനമാ. ഉഷാരാമാതനാഥക. ആ ബന്ധത്തിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് കടന്നു വരുവാൻ സാധിക്കുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പ്രിയപ്പെട്ടവരെ, അത് എത്രയോ അനുഗ്രഹമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഓർക്കണം, സമൂഹത്തോടുള്ള ബന്ധത്തിൽ അൺഫെയ്ത്ത്ഫുൾനെസ് അത് പരാജയത്തിൽ വന്ന് അവസാനിക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇലക്ഷന്റെ സമയമാ, നമ്മളെല്ലാം ഇന്ത്യയിൽ നിന്ന് വന്നവരാണല്ലോ. പൊളിറ്റിക്സിൽ നടക്കുന്ന അൺഫെയ്ത്ത്ഫുൾനെസ് അറിയാമല്ലോ. MP-മാരെ MLA-മാരൊക്കെ കാണുന്നത് ഇലക്ഷൻ സമയത്ത് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞവര് പോകും. ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ വരുന്ന കാര്യമൊക്കെ വളരെ കഷ്ടമാ. പൊളിറ്റിക്സിൽ പോലും നമ്മൾ കാണുന്നെന്ന് അറിയാമോ, ഗവൺമെന്റ് ലെവലിൽ ഒരുപാട് വാഗ്ദത്തത്തിന്റെ പെരുമഴകൾ തരും. സ്തോത്രം. സൊസൈറ്റിയിൽ അടുത്തതാ രാജ്യത്തോടുള്ള ബന്ധത്തിൽ, പൊളിറ്റിക്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ അൺഫെയ്ത്ത്ഫുൾനെസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ എഗ്രിമെന്റിൽ നിലനിൽക്കാതെ ഇതിനൊക്കെ അൺഫെയ്ത്ത്ഫുൾനെസ്, വിശ്വാസത മെയിൻറ്റെയിൻ ചെയ്യാതെ എഗ്രിമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യം കാണുവാനായിട്ട് കഴിയും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്റെ കൺവിക്ഷനോടുള്ള ബന്ധത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയാതെ വരുന്ന അൺഫെയ്ത്ത്ഫുൾനെസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം, ഒന്ന് ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ, you circle around this world, in any given situation we come across with the unfaithfulness, both inside and out, both in the secular and the sacred world, both in the government, ella church, family, society, politics, ഇതെല്ലാം നമ്മൾ അൺഫെയ്ത്ത്ഫുൾനെസ് കാണുമ്പോൾ, കർത്താവ് ഇന്ന് രാവിലെ തന്റെ മക്കളോട് പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ചു അടിമ വീടായ മിസ്രൈം രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമാകുന്ന യഹോവ തന്നെ ദൈവം. എല്ലാവരും വായിച്ചാട്ട്. ആകയാൽ നിന്റെ ദൈവമാകുന്ന യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യ ദൈവം എന്ന് നീ അറിയേണ്ടതിന് തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, ഒന്നും കൂടെ ഒന്ന് വചനം കയ്യിലൊന്ന് പിടിച്ച്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. Rabala hasheriante rathoriatharabashanthurarabashas. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് വർണ്ണിച്ച 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം.
ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആധിക്യം. Probably I'll continue this message for the next Sunday. സ്തോത്രം. Praise the Lord. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വിശ്വസ്തത. എല്ലാവരും വചനം ഒന്നെടുത്ത് യിരെമ്യാ പ്രവചനം 31 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. The book of Jeremiah chapter 31 verse 3. Praise the Lord. സ്തോത്രം. ഹല്ലേലൂയ. നിത്യ സ്നേഹം കൊണ്ട് യെസ്. ഓ സ്തോത്രം. ദൈവത്തിന് ദൈവമക്കൾ സ്തോത്രം ചെയ്തായിട്ട് എല്ലാ കരങ്ങളൊന്നും ഉയർത്തി. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ സ്നേഹത്തിന്റെ ആധിക്യവും ആഴവും യിരെമ്യാ പ്രവാചകൻ 31:3 വിളിച്ചു പറയുന്നു. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയം ചെയ്തിരിക്കുന്നു, ദീർഘമാക്കിയിരിക്കുന്നു. ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്റെ ദയ ദീർഘമാക്കിയിരിക്കുന്നു. His love and the faithfulness is everlasting. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. Romans 5:8. സ്തോത്രം. ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ, അതല്ല വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. Hallelujah. And his love and the faithfulness is expensive. Oh my Jesus. Everlasting. Expensive. വില നോക്കിയേ. സാധാരണ ഒരാളുടെ ട്രീറ്റ്മെന്റ് ആണോ ചെലവ്? അത് ഈ കോമയിൽ പോയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ട്രീറ്റ്മെന്റ് ചിലവ് കൂടുതലാണോ? ആണോ അല്ലയോ? ഈ പനിക്കും ചുമയ്ക്കുമുള്ള ചികിത്സയുടെ ചെലവും വെന്റിലേറ്ററിലേക്ക് കിടക്കുന്നവരുടെ ചികിത്സയുടെ ചെലവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? ഏതിനാ കൂടുതൽ നിങ്ങളോട് ഇനി മലയാളം പറഞ്ഞ കൂടുതൽ എക്സ്പെൻസീവ് ഏതാ? കൂടുതൽ എക്സ്പെൻസീവ് ഏതാ? ഈ ഇതിനകത്ത് വലിയൊരു എക്സ്പെൻസ് കാണുന്നുണ്ടോ? ഈ 8-ാം വാക്യത്തിൽ വലിയ എക്സ്പെൻസ് കണ്ടോ? എപ്പോഴാ നമ്മളങ്ങ് നല്ല പരമഭക്തരായി രാവിലെ യോഗത്തിന് വന്ന് പിന്നെ പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് സ്തോത്രം പറഞ്ഞ് ഏത് കാണുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഭക്തിയോടുകൂടെ നടന്നപ്പോഴൊന്നുമല്ല കർത്താവ് വിടുവിച്ചത്. എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നെങ്കിൽ ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു സ്നേഹം നമുക്കറിയാം. ജോൺ 3:16. പുസ്തകം എടുക്കാതെ കാണാതെ പറയാത്തവർക്കൊക്കെ ഇമ്പോസിഷനാ. യോഹന സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്തോ. യോഹന 3:16 കാണാതെ പറ. തീർന്നോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാ ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്ത് ചെയ്തു? His love and the faithfulness is extensive. 3 പദങ്ങൾ ഞാൻ പറഞ്ഞു. It's everlasting, it's expensive, and it is extensive. തലകൾ വണക്കാം. ഇനി തിരിച്ചെന്താ ചെയ്യാൻ ഒക്കുന്നതാ? തിരി കത്തിച്ചിട്ട് കാര്യമില്ല, ഉരുന്നിട്ട് കാര്യമില്ല, ഒരു പ്രയത്നം ചെയ്തിട്ട് കാര്യമില്ല. ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. കർത്താവേ, ഞാൻ നിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നു. ദൈവമേ, നിന്റെ വിശ്വസ്തത